ഇന്നത്തെ രാവിലത്തെ വിശേഷം 4:45 അലാറം കേട്ടപ്പോൾ ഫേസ്ബുക്ക് എഴുന്നേറ്റു കേട്ടോ. അതിനുശേഷം ഇക്കാലത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. ഇന്ന് പുട്ടും വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായക്കുള്ള പാലൊക്കെ എടുത്ത്, വെജിറ്റബിൾ കറി എന്ന് പറയുമ്പോൾ ഒരു പൊട്ടറ്റോ കുറുമയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ എടുത്തു. അത് പാനിലേക്ക് ഇട്ടു. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നു. രണ്ടാം പാൽ ഒഴിച്ചിട്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് വാങ്ങുക ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ തന്നെ ഒക്കെ ഫ്രഷ് ആവാൻ പോയപ്പോൾ ഫീസോട്ടും എൻ്റെ പുറകെ വന്നു. പിന്നെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ അതെല്ലാം വെച്ച് കളിച്ച് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ കീറിയൊക്കെ ഇട്ടു. അങ്ങനെ അതൊക്കെ ഇതിനിടയിൽ തന്നെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര പണിയായിരിക്കും ലാസ്റ്റ്. ഫീസോട്ടിന് രാത്രി ഫുള്ള് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു ആണി തിന്നാനുള്ള വിശപ്പുണ്ടാവും കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ പോയതിന് ശേഷം മാത്രം അരിയും കഴിക്കുന്നുണ്ടാവുക. ചില ദിവസങ്ങളിൽ അതിനിടയിൽ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സൈഡിലായിട്ട് ഒരു ബുൾസയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതും 2 ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഹീസൂട്ടനും ഒരു ബുൾസയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ കഴിച്ചു, കുറച്ചൊക്കെ അങ്ങനെ കളഞ്ഞു. അതിനുശേഷം ഞാൻ സമയമുള്ളത് കൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് അവനെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ മല്ലിയിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് അത് വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം മണിപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുട്ടൊക്കെ സെറ്റാക്കി അതിനുശേഷം ഒക്കെ ഫ്രഷ് ആയിട്ട് വന്നു ഫുഡൊക്കെ കഴിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്. പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ റെയറായിട്ടേ ഉണ്ടാക്കാറുള്ളൂ, എന്നും വെറുപ്പിക്കാറില്ല. അപ്പോൾ അത് നല്ല ഇഷ്ടമാണ്, അങ്ങനെ കഴിക്കും. അതിനിടയിൽ തന്നെ ഹീസൂട്ടം വന്നിട്ട് ഒക്കെ പണിയുന്നുണ്ട് കേട്ടോ. ടേബിൾ ഷീറ്റൊക്കെ എടുത്ത് മാറ്റി അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങാനായിട്ട് ടൈമായി കേട്ടോ. അപ്പോഴാണ് വൈറ്റമിൻ ഡിയുടെ കാര്യം ഓർത്തത്. അങ്ങനെ കൊടുത്തു. വൈറ്റമിൻ ഡി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് സൺലൈറ്റോ കാര്യങ്ങളൊന്നും ഏൽക്കാത്തതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ ഡി കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ റെഡിയായി ഹേസൂട്ടിന് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ വിശേഷം.